തിയേറ്ററിൽ നിന്ന് മാറിയിട്ട് ഇപ്പോ നവമാധ്യമങ്ങളിൽ ഫാൻസിന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഇപ്പോ ഒരു പോലീസ് വേഷം, ഒരു നടന്റെ ഒരു പോലീസ് വേഷം ഇട്ടിട്ട് എടാ ഇതുപോലെ ചെയ്യാൻ മലയാളത്തിലെ ആരുണ്ടാ താഴെ വന്നിട്ട് 1000 തെറി. നീ പറഞ്ഞ മേലടാ സൂപ്പർ സ്റ്റാർ ഈ കാക്കി യൂണിഫോം വേറെ ആണുങ്ങളുണ്ടാ എന്ന് തെറി. ഒരു ടാക്സി ഡ്രൈവറുടെ പടം ഓടി. അപ്പോ അതിന്റെ താഴെ വന്ന് ഒരു ലോറി ഡ്രൈവറുടെ പടം ഇട്ടിട്ട് എടാ ആണുങ്ങൾ പണ്ട് ലോറി ഓടിച്ചിട്ടുണ്ടാ തെറി. ഇതാണ് ഇപ്പൊ ഇതൊന്നും ഇതൊന്നും ഫാൻസാരല്ല ചെയ്യുന്നത്. പിന്നെ ആരാണ് ഇത് തമ്മി അടി. അല്ല ഇത് ആരാ ചെയ്യുന്നത്? നിങ്ങൾ അതാണ് പറയുന്നത്. ഫേക്ക് ഐഡീസ് ഉണ്ട്, എത്ര സോഷ്യൽ മീഡിയയിൽ മനസ്സിലാവും. വഴിയാ പോകുന്ന കൊച്ചിന്റെ പിതൃത്വമേ ഈ ഫാൻസുകാർ തല കെട്ടിവെക്കട്ട. അത് ഫേക്ക് അടിക്കാരാ. ആ കറക്റ്റ്. അപ്പൊ അതാരാ? അത് ഫാൻസ് അല്ലേ? അത് ഫാൻസുകാരല്ല, ഫേക്ക് ഐഡിയുള്ള ഫാൻസുകാരാ. ഫേക്ക് ഐഡിയുള്ള ഫാൻസുകാരാണ്. ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥ ഫാൻസുകാർ ഒരിക്കലും അത് ചെയ്യുവോ? ഇല്ലല്ലോ. അപ്പൊ യഥാർത്ഥ ഫാൻസുകാർ ആരും ഒന്നും ചെയ്യൂല. നിങ്ങൾ പറയാണ് ചരിത്രത്തിൽ സാധനം നേടി. കാര്യം ഒരു ഷോയിൽ വന്നിട്ട് എല്ലാം ഹിറ്റായ ഡയലോഗ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഫാൻസ് എന്ന് പറയുന്നുണ്ട്. ഈ സിനിമാക്കാർക്ക് മാത്രം ഉള്ള ഫാൻസ് രാഷ്ട്രീയക്കാർക്കുണ്ട്, അങ്ങനെ പലർക്കും ഫാൻസ് ഉണ്ട്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറ. ഇത് സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? മലയാളത്തില് നല്ല സിനിമകൾ നെഞ്ചോട് കയറ്റുന്ന ആൾക്കാരും മലയാള സിനിമയുടെ നല്ല ആരാധകരുമാണ്. ഈ ഫാൻസ് അസോസിയേഷനൊക്കെ എന്നാ ഉണ്ടായത്? ഫാൻസ് അസോസിയേഷനിൽ ഇവിടുത്തെ നല്ല സിനിമയ്ക്ക് എന്ത് സംഭാവന തന്നേക്കണേ? വട്ടപൂജയാണെന്ന് എനിക്ക് പറയാനുള്ളത്. ടൈറ്റാനിക് സിനിമ ഇവിടെ അന്യഭാഷ ഇംഗ്ലീഷ് പാടം ഇവിടെ കിടന്ന് എത്ര നാൾ ഓടി. ഏത് ഫാൻസുകാർ പോയി അവിടെ ഫ്ലെക്സ് ഒട്ടിച്ചിട്ടാ പടം പോയത്? നല്ല പടമാണെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.